ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട മെയിനായിട്ടുള്ള പോയിന്റ് എന്താണ് എൻ പി വി എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതേണ്ടതാണ് ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ. അണ്ടർ ദിസ് മെത്തേഡ് ഓൾ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആർ ഡിസ്കൗണ്ടഡ് ടു പ്രസൻറ്റ് വാല്യൂ. ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നമുക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന എല്ലാ ക്യാഷ് ഇൻഫ്ലോയും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്ന എല്ലാ ക്യാഷ് ഔട്ട്ഫ്ലോയിനെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിസ്കൗണ്ട് ചെയ്യുകയാണ്. പ്രസൻറ്റ് വാല്യൂവിലേക്ക് ഡിസ്കൗണ്ട് ചെയ്യുക. ഇപ്പം എന്താണോ വാല്യൂ അതിലേക്ക് ഡിസ്കൗണ്ട് ചെയ്യുക. അതിൻ്റെ മെത്തേഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഫ്യൂച്ചറിലുള്ളൊരു കാര്യത്തിൻ്റെ വാല്യൂ പ്രസൻറ്റിൽ എന്തായിരിക്കും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഭാവിയിൽ എനിക്കൊരു 50,000 രൂപ കിട്ടുന്നുണ്ട്. പക്ഷെ അന്ന് എനിക്ക് കിട്ടുന്ന 50,000-ന് ഇന്ന് എന്ത് വിലയുണ്ട് എന്ന് വാല്യൂ ഉണ്ട് എന്ന് കാണുന്നൊരു മെത്തേഡാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. Then the present value of cash outflows is deducted from the sum of present value of cash inflows. അപ്പോൾ ഇവിടെ ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്യാഷ് ഔട്ട്ഫ്ലോ, കയ്യിൽ നിന്ന് പോകുന്ന ക്യാഷിനെ ഒക്കെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് ആക്കി വയ്ക്കുക. കയ്യിൽ വരുന്ന ക്യാഷിനെ, എങ്ങോട്ടേക്ക് വരുന്ന ക്യാഷിനെ, ഇൻഫ്ലോ ആയി വരുന്ന ക്യാഷിനെയും പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ അതാണ് എൻ പി വി. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ക്യാഷ് ഔട്ട്ഫ്ലോയും ഇൻഫ്ലോയിനെയും പ്രസൻറ്റ് വാല്യൂയിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ബാലൻസിനെ, ആ ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. എൻ പി വി പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് റേറ്റിനേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി നെഗറ്റീവാണ് എൻ പി വി കിട്ടുന്നതെങ്കിലോ അതിൻ്റെ അർത്ഥം എന്താ? ഈ പ്രൊജക്റ്റ് നമുക്ക് ഒരിക്കലും അതിൻ്റെ കോസ്റ്റ് പോലും കവർ ചെയ്യില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ എപ്പോഴും എന്തായിരിക്കണം? അത് ഡിസ്കൗണ്ട് റേറ്റിനേക്കാൾ അവിടെ ഇറ്റ് മീൻസ് ദാറ്റ് ആ ഒരു നെഗറ്റീവ് ആവുമ്പോൾ ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് പോലും കവർ ചെയ്യുന്നില്ല, അതിനേക്കാൾ കുറവായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും മാത്രം എൻ പി വി എന്താ നോക്കുക. അതായത് ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയിനെയും പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കിട്ടുന്ന ഡിഫറൻസിനെയാണ് എൻ പി വി എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് പോസിറ്റീവ് നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആണെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം, കാരണം നമ്മുടെ ആ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റിനെ കവർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ കമ്പ്യൂട്ടേഷനൊക്കെ പറയേണ്ടത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മെയിനായി നോക്കേണ്ടത് എന്താ വെച്ചാൽ ഡിസിഷൻ റൂൾ എടുക്കുക, സെലക്ഷൻ ക്രൈറ്റീരിയ. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, റിജക്റ്റ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, പോസിറ്റീവ് ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, എൻ പി വി നെഗറ്റീവ് ആണെങ്കിൽ റിജക്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇൻ ഓൾ